ഹലോ, ഇന്ന് രാവിലെ എണീറ്റേരം ഞങ്ങൾ വിചാരിച്ചു അമ്പലത്തിലേക്ക് പോകാം. ഞാനൊന്ന് സ്കൂളിലേക്ക് കൊണ്ടാക്കുന്നതിന് മുൻപേ അമ്പലത്തിൽ പോയിട്ട് സ്കൂളിൽ പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ പ്ലാനൊക്കെ തെറ്റി. കാരണം ലേറ്റ് ആയതുകൊണ്ട് തന്നെ നാനൂനെയും കൊണ്ട് അമ്പലത്തിൽ പോയിട്ട് പിന്നെ സ്കൂളിൽ പോകുമ്പോൾ ലേറ്റ് ആവും. അതുകൊണ്ട് അവളെ വേഗം സ്കൂളിലാക്കിയിട്ട് ഞങ്ങൾ അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ പോകുന്ന വഴിക്ക് അവൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ അതാ ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങി കൊടുത്തതാണ് കേട്ടോ. പക്ഷെ അവളത് കഴിക്കാതെ അവൾക്ക് കേസരി വേണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കുകയാണ്. അപ്പം ഞാൻ അത് വാങ്ങിത്തരില്ല എന്ന് തന്നെ പറഞ്ഞു കേട്ടോ. അപ്പോൾ അതിനുള്ളൊരു അതാണ് കേട്ടോ ഫേസൊക്കെ അങ്ങനെ ഇരിക്കുന്നത്. പിന്നെ ഞാൻ ലാസ്റ്റ് കുറച്ച് വാരി കൊടുക്കുകയാണ്. അവൾ തന്നെ കഴിക്കുന്നില്ല, അപ്പം ഞാൻ അങ്ങോട്ട് വാരി കൊടുക്കുക കേട്ടോ. പിന്നെ കേസരിക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. എപ്പോൾ ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ പോയാലും അവൾക്ക് കേസരി വേണം. അപ്പോൾ അതൊരു ശീലാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇപ്രാവശ്യം വാങ്ങിക്കൊടുക്കില്ല എന്ന് തന്നെ പറഞ്ഞു കേട്ടോ. അപ്പോൾ പപ്പിയും ഞാനും പറഞ്ഞു കരഞ്ഞിട്ടൊന്നും കാര്യമില്ല, വാങ്ങിത്തരില്ല എന്ന്. അത് വാങ്ങിക്കൊടുക്കാൻ പറ്റാണ്ടല്ല, പക്ഷേങ്കിലും അങ്ങനെ നമ്മൾ ശീലിപ്പിക്കരുതല്ലോ. അപ്പോൾ നമ്മൾ നോ പറയേണ്ട കാര്യങ്ങൾ നോ തന്നെ പറയണമല്ലോ. പിന്നെ അവർ കരഞ്ഞു എന്ന് വിചാരിച്ചിട്ട് നമ്മളത് യെസ് ആക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളങ്ങനെ വാശി പിടിച്ചാലും അങ്ങനെ ഒന്നും വാങ്ങിക്കൊടുക്കുന്ന പേരൻസ് അല്ല കേട്ടോ ഞങ്ങൾ. പിന്നെ അവൾക്ക് ആവശ്യമുള്ളതൊക്കെ അവൾക്ക് ഞങ്ങൾ വാങ്ങിക്കൊടുക്കാറുണ്ട്. പിന്നെ അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ പോയത് അമ്പലത്തിലേക്കാട്ടോ. അപ്പോൾ അമ്പലത്തിലേക്ക് പോകുന്ന വഴിക്ക് ചെറുതായിട്ടൊക്കെ ചാറ്റൽ മഴയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം മഴ അങ്ങനെ കൂടിയും കുറഞ്ഞൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ മഴ പെയ്യുന്ന സമയത്ത് ഭയങ്കര ബ്ലോക്കാണ് കേട്ടോ റോഡൊക്കെ ഉണ്ടാവല്. പിന്നെ ചെറുതായിട്ടൊക്കെ ബ്ലോക്കിലൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിത് അമ്പലത്തിലെത്തി. അപ്പോൾ ഇത് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമാണ്. അതുപോലെ തന്നെ ഗണപതിയും സുബ്രഹ്മണ്യ സ്വാമിയും രണ്ട് പ്രതിഷ്ഠയുണ്ട് കേട്ടോ ഇവിടെ. അങ്ങനെയാണ് ഈ ഒരു അമ്പലം. ചെറുതായിട്ട് മഴയൊക്കെ കൊണ്ടെങ്കിലും ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയി നല്ല പോലെ പ്രാർത്ഥിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ അവിടെ നിന്ന് നേരെ ഞങ്ങൾ പോയത് നമ്മുടെ ഫുഡ് കഴിക്കാനായിരുന്നു കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ലല്ലോ, അപ്പോൾ അത് കഴിക്കാനായിട്ട് ഞങ്ങൾ കയറി. അപ്പോൾ ഫുഡൊക്കെ അങ്ങനെ വേഗം തന്നെ വന്നു കേട്ടോ. അധികം വെയിറ്റിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ വേഗം തന്നെ കിട്ടി. അപ്പോൾ നമ്മുടെ ഭൂരി ആയിരുന്നു കേട്ടോ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദോശേൻ്റെ ചട്നിയൊക്കെ ഞങ്ങൾക്ക് അവിടെ അങ്ങനെ എല്ലാത്തിനും ചട്നി കൊടുക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ദോശേൻ്റെ പല ഡിഫറെൻ്റ് ആയിട്ടുള്ള ചട്നിയൊക്കെ തന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പൂരിയും അതിൻ്റെ മസാലയും തന്നിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി മസാലയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ ആ മസാലയും അതുപോലെ ചട്നിയും എല്ലാം കൂട്ടിയിട്ടാണ് കേട്ടോ ഞാൻ മിക്സ് ചെയ്തിട്ടാണ് പൂരി കഴിച്ചത്. നല്ല അടിപൊളിയായിരുന്നു. പിന്നെ 2 കോഫി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. കോഫി മധുരം കുറച്ച് എടുക്കാൻ പറഞ്ഞിട്ട് നല്ല മധുരം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ കുടിച്ചിട്ടില്ല. പിന്നെ ഒരു വടയും കൂടിയും പ്രബി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അത്രയേ ഉള്ളൂ ഗായ്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ബായ്.